നാട്ടിക എം.എൽ.എ. സി മുകുന്ദനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള തീരുമാനം സിപിഐയുടെ മണ്ഡലം കമ്മിറ്റി എടുത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ പുറത്താക്കിയുള്ള പ്രസ്താവന വായിച്ചാലേ അതിൽ അങ്ങയുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് മുതൽ പിന്നീട് അങ്ങോട്ടേക്ക് പാർട്ടി എന്തൊക്കെ അവസരം നൽകി, പദവി നൽകി എന്നിങ്ങനെയൊക്കെ ഓരോന്നോരോന്നായി പരാമർശിച്ചുകൊണ്ടാണ് ആ ഒരു പ്രസ്താവന പോലും ഉള്ളത്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ അങ്ങ് കാണുന്നത്? ഞാൻ തീരുമാനം തന്നെ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞു, നിങ്ങൾ എഴുതി കാട്ടിയിട്ടുണ്ട് എൻ്റെ അകത്ത്. ഞാൻ പാർട്ടിയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാകുന്നു. എന്താണ് നിങ്ങൾ ചോദിച്ചത്? എന്താണ് ഒഴിവാനുള്ള കാരണം? എന്നെ ഈ സ്വതന്ത്ര സ്ഥാനത്ത് മത്സരിക്കുന്നത് എന്നെ പാർട്ടി പുറത്താക്കും എന്നൊരു ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ ചുമതല നിന്ന് ഒഴിയുന്നു എന്ന്. ഇതൊരു പ്രസക്തി ഒന്നുമില്ല ഈ റിപ്പോർട്ടിൻ്റെ അകത്ത്. ഇവർ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എഴുതിയ അതല്ല ചരിത്രമല്ല എൻ്റെ. ഇതിനേക്കാളും വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ ഭംഗിയായി ചുമതല ഇങ്ങനെ എത്തിച്ചേർന്നത്. അവർക്ക് ഞാൻ ഉയർന്നു വരുന്നത് പോലെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. എം.എൽ.എ. വരെ ആക്കി എന്ന് പറയുന്നതോടൊന്നും എനിക്ക് അതിൻ്റെ വലിയ പ്രത്യേകത. അതും എന്നെ ആ കാലഘട്ടത്തിൽ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് ഇവരൊക്കെ. എന്നാലും ജനങ്ങളുടെ പ്രാതിനിധ്യം കൊണ്ട്, ജനങ്ങളെ എന്നെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ, നാട്ടിയോടെ വലിയ ഭൂരിപക്ഷം ജയിക്കപ്പെടാനുണ്ടായി. അതൊരു ചരിത്ര വിജയമാണ് നാട്ടിയോടെ. അത് നിലനിർത്തി. അത് മാത്രമേ ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ ജനങ്ങളോട് പറയാൻ, നിങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ നാട്ടിയ നിയോജകമുണ്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാതെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതിനൊരു മാന്യത കൽപ്പിച്ച് എന്താണ് ഇതിന്ന് പോകുന്നത് എന്ന് ജനങ്ങളോട് പറയുന്നതിന് ആവശ്യമായ ഒരു നടപടി ആണ് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. മത്സരരംഗത്ത് എന്തായാലും ഉണ്ടാവും, സ്വതന്ത്രമായി മത്സരിക്കും. അതിപ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ പ്രതിഷേധം മത്സര രംഗത്തൂടെ ജനങ്ങളെ പറയിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഭംഗിയായി അപ്പം പറയാൻ പറ്റും. UDF-ന്റെ പിന്തുണയോ? ആ പിന്തുണ ആരും എല്ലാവരോടും ഞാൻ പറഞ്ഞു, എനിക്ക് പിന്തുണയ്ക്കണം അങ്ങനെ ഇന്നെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരെയും മണ്ഡലത്തിലത്തെ ഏതിപ്പോൾ CPI ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആയാലും എന്നെ സ്വീകരിക്കണം, എന്നെ സഹായിക്കണം. എനിക്ക് എന്ത് പ്രവർത്തിച്ച് എൻ്റെ ക്ഷീണം മാറ്റി മുന്നോട്ട് പോകാൻ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ വോട്ട് കൊണ്ട് കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മത്സരരംഗത്ത് എന്തായാലും ഉണ്ടാകും, അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഈ നടപടി എന്ന് പറയുന്നത് നേരത്തെ തന്നെ അങ്ങ് പുറത്തു പോകാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് നടപടി എന്നതിനെ പ്രത്യേകിച്ച് കാണുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെ പ്രത്യേകമായി അംഗീകരിക്കുകയോ പ്രതികരിക്കുകയോ വേണ്ട? അല്ല, അതൊന്നും ഞാൻ മുമ്പ് തന്നെ ഞാനൊരു പാർട്ടി പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ അവരുടെ മുമ്പിലല്ലല്ലോ. ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതുപോലെ ഇങ്ങനെ പ്രതികരണം ഉണ്ടാകും. ഇനി വേറെ ചരിത്രം അവർ പറയാൻ തുടങ്ങും. ആ വേറെ ചരിത്രവും ഞാനും പറയാൻ തുടങ്ങും. ഇനി എന്നെ സ്നേഹിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ആ ചരിത്രം ഇവർക്കെതിരായിട്ട് വരും. പലതും ഇനിയും തുറന്നു പറയാനുണ്ട്. ഉണ്ട്. തർക്കമില്ല അതിനകത്ത്. അത് പറയും ജനങ്ങളുടെ മുമ്പിൽ പറയും. കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നാണോ അങ്ങയുടെ മനസ്സിൽ? അല്ല, അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ ഇവർ പറഞ്ഞ റിപ്പോർട്ടിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണിങ്ങായിട്ട് വ്യത്യസ്തമായ ഇത് കൂടെ അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തും. എന്താണ് CC മുകുന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഒഴിവാനോ സാഹചര്യം ഉണ്ടായത്? ഇപ്പോൾ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഒഴിപ്പിച്ചത്? അത് അവരുടെ രാഷ്ട്രീയ തന്ത്രമാണുള്ളത്. ഇതൊരു രാഷ്ട്രീയ തന്ത്രമല്ലേ? ഞാൻ ഒഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ കമ്മിറ്റി കൂടി ഒഴിപ്പിച്ചു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എഴുതുമ്പോൾ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറയണം. ഞാൻ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തൊട്ട് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു ചരിത്രം ഉണ്ട് എൻ്റെ കയ്യിൽ. ആ ചരിത്രം പറയും ജനങ്ങളോട്. ഈ കേവലമായ അച്ചടക്ക ലംഘനം എന്നത് മാത്രമാണോ, അതല്ലാതെ മറ്റു വിദ്വേഷം പകയോ അങ്ങനെ എന്തെങ്കിലും? അച്ചടക്ക ലംഘനം ഇപ്പോൾ ഞാൻ MLA ആയിട്ട് നിൽക്കുമ്പോൾ എനിക്ക് 64 വയസ്സായി. ഇതിൻ്റെ അകത്തൊരു അച്ചടക്ക ലംഘനം എന്ന് എൻ്റെ പതിനുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ MLA സ്ഥാനം വരെ വന്നത്. MLA സ്ഥാനം വരെ വരാനോട് അച്ചടക്ക ലംഘനത്തിൽ നിന്നുണ്ടെങ്കിൽ ഞാൻ MLA സ്ഥാനം വരില്ല. ആ MLA സ്ഥാനം ഞാൻ അച്ചടക്കം വന്നതിൽ ഞാനുമായി ബന്ധമാണ് എൻ്റെ പാർട്ടിയുടെ ഈ പറഞ്ഞ എൻ്റെ പാർട്ടിയിൽ നിന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നെ പാർട്ടി പഠിപ്പിച്ച എല്ലാ അച്ചടക്ക നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴാണ് അച്ചടക്ക നടപടി ചില ആൾക്കാർക്ക് വ്യക്തിപരമായി താല്പര്യം വന്നത്. ആ വ്യക്തിപരമായ താല്പര്യം അവർ കൊണ്ടുനടന്നോട്ടെ, എനിക്കതിൽ പ്രതിഷേധമൊന്നുമില്ല. കൊണ്ടുനടക്കട്ടെ. നമുക്ക് വരുന്നോട്ട് വെച്ച് നമുക്ക് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ CC മുകുന്ദനെ അവർ നേരിടേണ്ടി വരും. അല്ല, അവർ നേരിട്ട് ഞാനും അവരെ നേരിടുന്നു. അതിന് തർക്കമൊന്നുമില്ലല്ലോ അതിനകത്ത്. എനിക്കല്ല എന്നും ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചതല്ലേ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുമോ? ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ അച്ചടക്ക നടപടി പഠിച്ചിട്ടുള്ള ഒരാൾ അവർ പറയട്ടെ എനിക്കൊന്നും അറിയില്ലെന്ന്. ഒരു പാർട്ടിയുടെ അച്ചടക്ക നടപടിയെ കുറിച്ച് എനിക്ക് അറിയില്ലെന്ന് അവർ പറയട്ടെ. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇത് അറിയില്ല. ശരി, അച്ചടക്ക നടപടി അതൊക്കെ വളരെ വളരെ ചെറുപ്പം മുതൽ ഇവർ മെമ്പർഷിപ്പ് കൊടുക്കുക. 21-18 വയസ്സുള്ള 15 വയസ്സ് മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ബ്രാഞ്ചിൽ പ്രവർത്തിച്ച് അംഗീകരിച്ചു എന്നാണ് അതിൽ കുറിപ്പിൽ പറയുന്നത്. പത്രക്കുറിപ്പിൽ പറയുന്നു തൊഴിലാളി സഹകരണ സംഘത്തിൽ അവിടുത്തെ അത് തന്നു. അങ്ങനെ പിന്നെ തൊഴിലാളി സംഘത്തിനെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാണ്ട്. ഇപ്പോഴല്ല പറയാത്. ചെത്തുള്ള സംഗതി ജോലിയുള്ളപ്പോൾ ഞാൻ കഥകൾ പറയാണ്ട്. ഒക്കെ പുറത്തേക്ക് പറയും. തർക്കമൊന്നുമില്ലല്ലോ. അധികം കാത്തിരിക്കേണ്ടതാണോ? വേണ്ട, കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ബോംബായിട്ട് പൊട്ടു ബോംബൊന്നും എന്താ? അതൊക്കെ എന്നെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പറയണ്ടേ. എല്ലാതും ഇപ്പോൾ പറഞ്ഞിട്ട് അത് തീർക്കണ്ട. നമുക്ക് പറയാനുണ്ട്, പറഞ്ഞ് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നെ കുറിച്ച് സ്നേഹിക്കുന്ന പാർട്ടി ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ മൊത്തം മേക്ക് വെച്ച് പ്രസംഗിക്കും ഈ കാര്യം.
അതാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുണ്ടാകും എന്ന കാര്യം ആവർത്തിച്ചു പറയുന്നു. നടപടി എന്നത് സാങ്കേതിക കാര്യം മാത്രമാണ്. അത് പുറത്തു പോകാൻ നേരത്തെ തീരുമാനിച്ചാണ് ഒഴിയുന്നതെന്ന് വ്യക്തമാക്കിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, തൃശൂർ.